പ്രിയമുള്ളവരെ, ഇത്തിരി വട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ അതായത് ഒരു കുടംപുളിയാണ്. ഇത് ചില സ്ഥലങ്ങളിൽ വടക്കംപുളി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഇത് പിണറെന്ന് പറയും, ചിലർ പറയും നല്ല പുളിയാണെന്ന്, നല്ല വടക്കം പുളി എന്ന് പറയും, പിണറെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഒരു എയർപോർട്ട് ബാഗിനകത്ത് ഒരു കുടംപുളിയുടെ ഒരു തൈ വാങ്ങി വച്ചു. ആ കുടംപുളിയുടെ തൈ വാങ്ങി വെച്ചതിനകത്തുനിന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് 3-4 മാസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു നല്ല ഫ്ലഷ് ഉള്ളതായിട്ടുള്ള ഒരു പുളി പിടിച്ചു. നല്ല രണ്ട് പഴുത്ത് കളറായി പറിക്കാൻ പരുവത്തിനായിട്ടാണ് ഇത്. നല്ല കളറുണ്ട്, ഒരെണ്ണേ ഉള്ളൂ, നല്ല വലിപ്പമുണ്ട്. ഇത് തന്നെ നമുക്കൊരു 2-3 അല്ലി മാത്രം മതി മീൻ കറിക്കകത്തിടാൻ. ഈ കുടംപുളിയാണ് നമ്മൾ വടക്കം പുളി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് നമ്മൾ 2-3 അല്ലി ഒരു മീൻ കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ ഇപ്പോൾ ഒരു 10 മീൻ കറിക്കകത്തുള്ള കുടംപുളിയുണ്ട്. ഇത് സാധാരണ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ കളർ കിട്ടത്തില്ല. ഇത് നല്ല ഇതിനകത്ത് പുകറയിലൊക്കെ ഇട്ട് നല്ല പുകച്ചാണ് ഇതിന് കറുത്ത പുളിയാക്കി എടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാനിത് കാണിക്കാം. ഇത് നല്ല ഒരു പ്ലാന്റാണ്. ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ല പുളിയാണ്. ഇതിനകത്ത് ഇത് ഓരോ ഇതളുകളും ആണ് ഓരോ പീസ്. 1, 2, 3, 4 ഇത് ഇത്തിരി പീസുകളുണ്ട്. ഇത് 2-3 പീസ് മതി ഒരു മീൻ കറിക്ക്. ഇത് 3-4 മീൻ കറിക്ക് ഇടാനായിട്ടുള്ള നല്ല ഫ്ലഷായിട്ടുള്ളതാണ്, നല്ല പഴുത്ത് പരുവായി. ഇനി ഇത് നമ്മൾ ഇളക്കി നല്ല പുകയത്ത് വെച്ചിട്ട് നല്ല പുകയിട്ട് ഇത് കറുപ്പിച്ചെടുക്കുമ്പോൾ ഇത് നല്ല കളറായി വരും. നല്ല വെളിതാണ്ട് പ്ലാന്റ് നല്ല ബുഷായിട്ട് വളരുകയാണ്. ഇത് നല്ല രീതിയിൽ എനിക്ക് താല്പര്യമായിട്ട് ഞാൻ വളർത്തിയതാണ്. ഇതിനകത്ത് പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇത് പിടിക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം പങ്കിടുന്നതിൽ. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു ഓൾ.